ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ ഞാൻ കരാട്ടെ ഡ്രസ്സിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഇന്നെൻ്റെ സെക്കൻഡ് ആൻഡ് ടെസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് 12th ആണ്. അപ്പോൾ 12th എൻ്റെ ടെസ്റ്റ് നടക്കുന്നത്. ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ്. എന്നാൽ കുറച്ച് പേടിയുമുണ്ട്. കാരണം ഡിഗ്രിയുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, കുറച്ച് ഹാർഡായിരിക്കും. ആദ്യത്തെ കുറേ മണിക്കൂർ എക്സസൈസും പിന്നെ അത് ബേസിക്സ്, കുമിത്താസ്, കത്താസ് ഒക്കെ പറഞ്ഞ് ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. രാത്രി വരെയാണ് ടൈം പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഒരു 7:15 ഓഡിറ്റോറിയത്തിൽ ചെല്ലണം. പിന്നെ നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം വീഡിയോയിൽ കാണാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയ ശേഷം ഫസ്റ്റ് നമ്മൾ ഒരു 2-2.5 കിലോമീറ്ററോളം ഓടിച്ചു, ഒന്ന് വാം ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഗ്രൗണ്ടിൽ തിരിച്ചെത്തി. അവിടുന്ന് കുറേ വെറൈറ്റീസ് ഓഫ് എക്സസൈസസ് നമ്മൾ ചെയ്തു. വളരെ ബേസിക് ആയിട്ടുള്ള ലെഗ് റൊട്ടേഷൻസിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഗ്രൗണ്ടിലൂടെ ഇരുന്നും കിടന്നുമായി ഒരുപാട് എക്സസൈസസ് ചെയ്തു. ഗ്രൗണ്ടിലെ സെക്ഷൻ കുറച്ച് ഹാർഡായിരുന്നു. അപ്പോൾ അവിടുത്തെ നമ്മളൊരു ഏകദേശം ഒരു 1 hour സെഷന് ശേഷം നമ്മൾ തിരിച്ച് ഓഡിറ്റോറിയത്തിലെത്തി. ഓഡിറ്റോറിയത്തിൽ നമ്മളെക്കാത്ത് വേറെ കുറേ സെറ്റ് ഓഫ് എക്സസൈസസ് ഉണ്ടായിരുന്നു. കൈക്കും കാലിനൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്ന രീതിയിലുള്ള കുറേ എക്സസൈസ് നമ്മൾ അവിടുന്ന് ചെയ്തു. പിന്നെ ശയനപ്രദർശനം പോലുള്ള എന്തൊക്കെയോ നമ്മൾ ചെയ്തു. ഭയങ്കര തലയൊക്കെ കറങ്ങിയായിരുന്നു നമ്മൾ എക്സസൈസ് സെക്ഷന് നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ബേസിക് ആയിട്ടുള്ള പഞ്ചസ്, കിക്സ് അതുപോലുള്ള കാര്യങ്ങളായിരുന്നു. ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡാൻ മുതൽ 10th ഡാൻ വരെയാണുള്ളത്. അപ്പോൾ ആദ്യം നടന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഡാനിലേക്കുള്ള കുട്ടികളുടെ ഗ്രേഡിംഗ് ആയിരുന്നു. അതായത് അവരുടെ ബ്രൗൺ ഫസ്റ്റിൽ നിന്നും ബ്ലാക്ക് ഫസ്റ്റ് ഡാനിലേക്കുള്ള ടെസ്റ്റായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ചീഫ് ഇൻസ്ട്രക്ടറായിട്ടുള്ള റോയ് സാറും സാറിൻ്റെ അസിസ്റ്റൻസും കൂടിയിട്ടായിരുന്നു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് സ്നേഹ ചേച്ചി ഗൈസ്, എൻ്റെ അതേ പേരുള്ള ചേച്ചി. ചേച്ചത്തിന് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഫസ്റ്റ് ഡാനിലേക്കുള്ള കുട്ടികളെ ഏകദേശം 70 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ടെസ്റ്റ് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ടേൺ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രീ ടൈം മൊത്തം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ കൂടെയായിരുന്നു. അവർ അത്രയും പേരുള്ളത് കൊണ്ട് തന്നെ 12 പേരുടെ ബാച്ചുകളായി തിരിച്ചായിരുന്നു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം നൗ ഇറ്റ്സ് മൈ ടേൺ ഗൈസ്. എൻ്റെ ടെസ്റ്റിന് സമയമായിരിക്കുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ചീഫ് ഇൻസ്ട്രക്ടർ നമ്മൾ ചെയ്യേണ്ട കോമ്പിനേഷൻസ് അനൗൺസ് ചെയ്യും. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് കേട്ട ശേഷം നമ്മൾ ആ കോമ്പിനേഷൻസ് അതേപോലെ 5 കൗണ്ട് വീതം നമ്മൾ ചെയ്യണം. जीवडाची माया मावशकरी आदि हे स्लाइडिंग दिया स्ने കിഹോൺസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് കാലിനെന്തോ പറ്റിയിട്ട് ആ ചേട്ടനെ അവർ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് ബ്രീത്തൊക്കെ എടുത്തു.
ഇനി കത്താസിനുള്ള ടൈമാണ്. കത്താസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാജിനറി ഫൈറ്റ് ആണ്. നമ്മുടെ അടുത്ത് ഒരാളുണ്ടെന്ന് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ കുറേ മൂവ്മെൻറ്റ്സ് ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ് കത്താസ് എന്ന് വിളിക്കുന്നത്. ഇത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത ശേഷം നമ്മൾ അടുത്ത കത്താസ് ചെയ്തു. ഇതെല്ലാം നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ഇതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് സമയം റിലാക്സ് ചെയ്യാനൊന്നും തരില്ല. നമ്മൾ ജസ്റ്റ് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് ഒന്ന് ബ്രീത്ത് ചെയ്യാനുള്ള ടൈമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന കുമിത്താസ് ആയിരുന്നു. And now it's time for the real fight. പിന്നെ എൻ്റെ ടേൺ ആയിരുന്നു. ഞാനും വേറൊരു ബ്ലാക്ക് ബെൽറ്റ് കാര്യം കൂടെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും സ്റ്റേറ്റ് ചാമ്പ്യൻ്റെ കൂടെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് റിസൾട്ടിനുള്ള ടൈമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകി. എങ്ങനെയാണ് നമ്മൾ വന്ന് ബെൽറ്റ് കളക്ട് ചെയ്യേണ്ടത്, സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകി. ഫസ്റ്റ് ഡാനിലേക്ക് ഇരുന്ന ആൾക്കാരിൽ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഡോജോയിൽ തന്നെയുള്ള ആൽവിനായിരുന്നു. സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടായിരുന്നത് റോയ് സാറിൻ്റെ മോനായ ലഫ്റ്റനൻറ്റ് കമാൻഡർ പ്രണോയ് റോയ് ആയിരുന്നു. പിന്നെ എൻ്റെ ടേൺ ആയിരുന്നു. എനിക്ക് എൻ്റെ ടെസ്റ്റിൽ 2nd പൊസിഷനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റും ബെൽറ്റും ഒക്കെ എൻ്റെ ഇൻസ്ട്രക്ടേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തു. പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെക്ഷന് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞു. ഞാൻ 2nd ഡാൻ ആയതിൽ ഭയങ്കര ഹാപ്പിയാണ്. സോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.